ചിക്കൻ കടായും കൂടെ. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ചിക്കനും കൊണ്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ കടായി. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, നല്ല ടേസ്റ്റോട് കൊടുത്തിട്ട് ആ ചിക്കൻ കടായി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളിത് 1 കിലോ ചിക്കനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാരാൻ വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കടായി ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ പീസാണ് വേണ്ട കേട്ടോ, വലിയ പീസായിട്ട് വെക്കരുത്. ഇതുവരെ ചെറിയ പീസായിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിന് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ 1 കിലോയ്ക്ക്. ഇതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പൊടികളൊക്കെ നമുക്ക് രണ്ടാമത് കുറച്ചുകൂടെ വേണ്ടി വരും. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതല്ല ഇതില്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്തായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് പെരുംജീരകപ്പൊടിയാണ്, അത് 1/2 ടീസ്പൂണ് അതിട്ട് കൊടുക്കുക. അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ടെടുക്കുക. ഇത് കുറച്ച് കസൂരി മേത്തിയാണ്, ഇത് ഏകദേശം 1 ടീസ്പൂൺ അളവിലുണ്ട്. ഒന്ന് ഞെരടി ഇങ്ങോട്ടിട്ട് കൊടുക്കുക. കാര്യം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ്റെ അകത്തോട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു അപാര മണവും നല്ല രുചിയായത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരല്പം ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് വേണ്ടതാണ് ഉപ്പുപൊടി. ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പലരും ഇടയ്ക്ക് നിന്നൊക്കെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കഴിവൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കൈ കൊണ്ട് തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കും. അപ്പം നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പൊടികളൊക്കെ കൂടുതൽ ചേർക്കണം. കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഞെരടി ഈ മസാലയൊക്കെ ഈ ചിക്കനെ പിടിക്കണം. കാര്യം ഇത് സ്പൂണ് കൊണ്ട് ഇളക്കിയാൽ ഈ ഒരു രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. വേണ്ട, ഇനി ഇത് കുറച്ച് നേരം ഇരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മസാലയൊക്കെ ഇത് പിടിക്കണം. ഒന്നിൽ നമ്മൾ ഫ്രിഡ്ജ് വെക്കുക, പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ എത്ര സമയം ഇരിക്കുന്നു അത്രയും നല്ലത്. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ഈ സബോളയും അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കട്ടെ. ഇപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി വേണ്ട ഒരു 3 തക്കാളിപ്പഴം എടുക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഈ ജാറിൻ്റെ അകത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തോണ്ട് ഇപ്പോൾ വരാം. ഇതുണ്ടോ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, വെള്ളം ഒഴിക്കാതെ തന്നെ വേണം അരച്ചെടുക്കുക. അത് തക്കാളിക്കകത്ത് വെള്ളം ഉള്ളതല്ലേ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടില്ല കേട്ടോ. അതെ, അടുപ്പൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നിരപ്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇങ്ങനെ പെരക്കി കൊടുക്കും. ഏകദേശം 2 ട്രിപ്പിന് വറുത്തെടുക്കാൻ തോന്നും. ഒരല്പ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും. രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം ചിക്കൻ ഫ്രൈ ഇല്ലേ, അതേപോലെ ഒത്തിരി ഫ്രൈ ആവേണ്ട, ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കണം. ഈ സ്പൂൺ കൊണ്ടല്ല, ഇങ്ങനെ കുത്തി നോക്കണം. ഇതേപോലെ ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതാ കോരിയിടും. ഇപ്പോൾ ഇച്ചിരൂടെ ഫ്രൈ ആക്കി കോരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ചിക്കനൊന്ന് വേകുക, പിന്നെ ഒരു മീഡിയം രീതി ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് വേണം ബാക്കി കൂടെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ 2 ട്രിപ്പിന് അത് വറുത്തെടുക്കാം.
ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഈ രീതിക്ക് തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒന്ന് കുറച്ചിട്ട് ഇത് കോരി അങ്ങോട്ട് ഇത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഈ പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രം ഇതിൻ്റെ അകത്താണ് നമ്മൾ ചിക്കൻ കടായി റെഡിയാക്കുന്നത്. ഈ എണ്ണ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ തെളി മാത്രം എടുക്കുക. ഈ എണ്ണ തന്നെ ഒഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായി കേട്ടോ. അപ്പോൾ ഈ എണ്ണ ചൂടായി കിടക്കില്ലേ, നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന സവോള ഒന്നിങ്ങനെ ഞെരടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതളായി കിട്ടും, അതുകൊണ്ടാണ് ഒന്ന് ഞെരട്ടുന്നത്. ഇതേപോലെ ഒന്ന് ഞെരടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം നമുക്ക് ഈ സവോള ഒന്ന് ബ്രൗൺ നിറമാകണം, അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കും. ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും 2 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണുണ്ട്, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊരു കളറൊക്കെ മാറി വരുന്നുണ്ട്, ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. കാരണം ഇത് കളർ മാത്രമേ ഉള്ളൂ, വലിയ എരിവൊന്നും ഇല്ലാത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ഇതേപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതാണ് നമ്മുടെ എരിവിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് നമ്മുടെ പാകത്തിന് ചേർക്കാമെന്നുള്ള ഒരു 1/4 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ഞാൻ ഉപ്പ് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പൊടികളുടെ ആ പച്ചച്ചവ ഒന്ന് മാറണം. ഈ പൊടികളുടെ പച്ചച്ചവ മാറിയ ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റിൽ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ പൊടികളൊക്കെ ചേർക്കും തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാവുള്ളൂ കേട്ടോ. തക്കാളി പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി. നമ്മൾ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഒന്ന് ഇളക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ തക്കാളിയുടെ വെള്ളമയമായി കാണുന്നത് അതൊന്ന് മാറണം. അപ്പം ആ തക്കാളിയുടെ വെള്ളമയം ഒന്ന് മാറിയ ശേഷം നമുക്കൊരല്പം മല്ലിയിലയും പുതിനയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നിങ്ങൾക്ക് അല്പം വിനാഗിരിയുടെ ആവശ്യമുണ്ടോ തോന്നുവാണെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ കസൂരിമേത്തിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. മല്ലിയിലും പുതിനയൊക്കെ ചേർക്കുമ്പം അറിയാമല്ലോ, നല്ല ടേസ്റ്റുണ്ട്. ഇതൊരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും പോരാളിക്കുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ എരിവോ ഉപ്പോ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടായിട്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. വളരെ കുറച്ചാണ് എണ്ണയൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് ഈ ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കും. നല്ലപോലെ ആ ഗ്രേവിക്കകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. തീ കുറച്ച് വെച്ച് തീരെ കുറച്ച് വെക്കും. ഒരു 2 മിനിറ്റ് ആ ചെറിയ തീയിലൊന്നിരുന്ന് ആ ചിക്കൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണ്ടേ. നല്ലപോലെ ഒന്ന് ആവി കയറിയ ശേഷം വേണം നിർത്താനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് നല്ല അടിപൊളി മണമാണ് കേട്ടോ. കൊതിപ്പിക്കുന്ന മണമെന്നൊക്കെ പറയുന്ന പോലെ ഇതാ. നമുക്ക് തുറന്ന് നോക്കാം. കൊതിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കടായി ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങ് നിർത്തിയാക്കും. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് വറക്കുന്ന ആ ഒരു താമസമേ ഉള്ളൂ. ഏതായാലും ചിക്കനൊക്കെ റെഡിയാക്കിയല്ലേ. ഇച്ചിരി നെയ്ച്ചോറും വെച്ചിട്ടുണ്ട്. ഇതില്ല ഷംല റെഡിയാക്കിയ നെയ്ച്ചോറാണ് കേട്ടോ. ചിക്കൻ കടായും കൂടെ. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് നോക്കിയാൽ മതി. നല്ല കോമ്പിനേഷൻ ഉണ്ട് ഇത് രണ്ടും കൂടെ അല്ലേ. ഒരു പിടിപ്പിച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. ഇത് കഴിക്കേണ്ട ആൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ മകന്
പിന്നെ ഷംലാക്ക് ഇഷ്ടമല്ല ചിക്കൻ, അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം. മോളൊന്നും വന്നില്ല കേട്ടോ, മോള് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ റെഡിയാക്കിയിട്ട് നോക്കിയിരിക്കാൻ പറ്റും. സവോളയും കൂടെ അങ്ങോട്ട് വെച്ച്, ഒരു തക്കാളിയും കൂടെ അങ്ങോട്ട് വെച്ച്, ഇതിന് പിന്നെ ഇത് മതി കറി. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കഴിക്കട്ടെ. ഒരു കറിയും വേണ്ട കേട്ടോ. ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാൻ ശരിയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതേ രീതി നിങ്ങൾ റെഡിയാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ളത്. ഇതേപോലെ വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കും വെളിയിലൊക്കെ എപ്പോഴും പോകത്തില്ല, വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് സമയവും ഇല്ല, ഇന്ന് വറുത്തെടുക്കുന്ന സമയമേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ, ചെയ്തു നോക്ക്. നല്ല ടേസ്റ്റ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടല്ലേ, തീർച്ചയായിട്ടും ചെയ്തു നോക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ, കഴിച്ച് കയറിയിട്ട്.